ഹലോ വെൽക്കം ബാക്ക് ടു ഗോബിസ് വേൾഡ് എന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ഫോട്ടോ നിന്ന് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ മോർണിംഗ് കാലത്ത് തന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഉണക്കാട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് തന്നെയാണ് ഞാൻ ഉണക്കാട്ടത്. അപ്പോൾ ഇന്നൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട് വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടീനെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അതിന് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പ് പണികളൊക്കെ വേഗം തീർക്കട്ടെ. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ റെഡിയൊക്കെയായി. കുറച്ച് റീൽസൊക്കെ എടുത്തോട്ടെ. പ്രേംചാണ്ട് വാവാച്ചി ഞാനും വാവാച്ചിയൊക്കെ കൂടി റീൽസ് എടുത്ത് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചിരി വന്നിട്ട് വാവാച്ചിനെ എടുത്തിട്ടാണെങ്കിൽ ഉടുപ്പ് ഇങ്ങനെ മിനിസുള്ള കാരണം ഇങ്ങനെ ഒഴുകി പോവുക. റീലൊക്കെ എടുത്ത് 11:30 കല്യാണത്തിന് പോകേണ്ട ആൾക്കാർ 12 മണിയായിട്ടോ. നട്ടുച്ച വെയിലും വയർത്ത് ആകെ കുളിച്ചു. ഒല്ലുക്കര ക്ഷേത്ര ഹാളിലായിരുന്നു കല്യാണം. ചെന്നപ്പം എൻ്റെ ജ്യൂസ് കുടിച്ചിട്ടോ. ഭയങ്കര ദാഹമായിരുന്നു വെയിലത്ത് വന്ന കാരണം. പ്രേംചേട്ട ആപ്പിൾ ജ്യൂസും ഞാനും വാച്ചി മുന്തിരി ജ്യൂസും കുടിച്ചു. പിന്നെ കുറച്ച് നേരം പെണ്ണിൻ്റെ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് കയറിയിട്ടോ. സദ്യക്ക് കുറേ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാവാച്ചി അതിൻ്റെ ഇടയിൽ പുളിഞ്ചിയല്ല തൈര് നക്കിയിട്ട് സൂപ്പറായിട്ടോ അമ്മയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു. എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പായസം 3 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറും എല്ലാ കറികളും കൂട്ടിയിട്ട് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു. ക്യാരറ്റ് പായസം അതുപോലെ തന്നെ പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞ് പഴമൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ വെയിലൊക്കെ മാറിയപ്പോൾ ഞങ്ങൾ പുത്തമ്പള്ളിയിൽ അങ്ങോട്ട് പോയിട്ടോ. കുറേ വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. 20 രൂപ തൊട്ട് തുടങ്ങുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ നക്ഷത്രമൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് തിരികെ വന്നു. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാലത്തെ ഇഡ്ഡലിയും അതുപോലെ തന്നെ ഉഴുന്നുവടയും കൂട്ടി കഴിച്ചു. പിന്നെ അങ്ങനെ 6 മണിയായി. അപ്പോൾ വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തിയെ പോയി വേഗം വിളക്കൊക്കെ കൊളുത്തി. വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം അമ്മ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ചൂടാക്കാനും. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രം കഴുകാനൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണത്. ട്രൈപോഡൊക്കെ എപ്പോഴും നാശമായത് കാരണം കയ്യിൽ പിടിച്ചിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വാവാച്ചിയാണ് വീഡിയോ എടുത്ത് തരാറ്. അപ്പോൾ വാവാച്ചി അവിടെ കളിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി ചൂടാക്കി. ബിരിയാണിയൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ടോ. വാവാച്ചിക്കൊരു സോങ്ങിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലുകുന്ന് പള്ളിയിലായിരുന്നു കേട്ടോ ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം നെല്ലുകുന്ന് പള്ളിയിലേക്ക് പോയി. ഇവിടുന്ന് കുറച്ച് ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമുണ്ട് നെല്ലുകുന്ന് പള്ളിക്ക് മുളയത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ നെല്ലുകുന്ന് പള്ളിക്ക് പോയി. അപ്പോഴേക്കും അവിടെ ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 8 മണി വരെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറുണ്ടായിരുന്നു ഷൂട്ട്. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സീസണിലേക്ക് പോയിട്ട് അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രൗണിയും വാനില ഐസ്ക്രീമും കൂടിയിട്ടുള്ള നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമായിട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു. അപ്പോൾ പുറത്ത് വന്നിരിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ നക്ഷത്രവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങി.